ഹലോ ഗൈസ്, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇത് നമ്മൾ പത്താംകല്ല് ഏരിയയിലാണ് കേട്ടോ ഇപ്പം നിൽക്കുന്നത്. പത്താംകല്ല് നമ്മുടെ അൽസാജൊക്കെ എത്തുന്നതിന് മുമ്പായിട്ടുള്ള ഒരു കൊച്ചു തട്ടുകട കേട്ടോ. ഈ തട്ടുകട നമ്മൾ പോകുന്ന വഴിക്ക്, ഞാൻ തിരുവനന്തപുരം സിറ്റിയിലോട്ട് പോകുന്ന വഴിക്ക് നമ്മൾ ചായ കുടിക്കാൻ കയറിയ കടയാണ്. അതായത് കണ്ടല്ലോ, തിരുവനന്തപുരം ചെങ്കോട്ട റോഡെന്ന് പറയുന്ന ഒരു ബോഡി കൂടെ ചേർന്ന് തന്നെയാണ് ഈ കടയിരിക്കുന്നത്. ഇവിടുത്തെ പ്രത്യേകത എന്തെന്ന് വെച്ചാൽ, ബൂസ്റ്റ് ഇട്ട ചായയാണ് വെറും 10 രൂപയ്ക്കാണ് കൊടുക്കുന്നത്. ബൂസ്റ്റ് ഇട്ട ചായ 10 രൂപ. പിന്നെ അതുകൂടാതെ ഉഴുന്നുവട, പരിപ്പ് വട, വാഴയ്ക്കപ്പം, പിന്നെ ബജി, മുളക് ബജി, കാബജി, അതുകൂടാതെ മുട്ട ബജി, ഇങ്ങനെയുള്ള ഐറ്റംസ് എല്ലാം ഇവിടെ ഉണ്ട് കേട്ടോ. പിന്നെ അതുകൂടാതെ തന്നെ ഇവിടെ നാരങ്ങ വെള്ളം, ഡ്രിങ്ക്സ് ഐറ്റംസ് ഉണ്ട്. പിന്നെ ബിങ്കോ, ലേസ്, ഇങ്ങനെയൊക്കെയുള്ള ഐറ്റംസും, പിന്നെ അതല്ല പെപ്സി, കൊക്കക്കോള, ഇങ്ങനെയൊക്കെയുള്ള ഐറ്റംസൊക്കെ അവർ സെയിൽ ചെയ്യുന്നുണ്ട്. ഇതിനൊന്നും ഞാൻ റിവ്യൂ എന്നുള്ള രീതിയിലല്ല പറയുന്നത്. ഈ കടയിൽ ഈ ഐറ്റംസ് എല്ലാം ഉണ്ടെന്ന് മാത്രമാണ് പറയുന്നത്. കുട്ടികളെ, ഞാൻ ഇത് വാങ്ങി കുടിക്കാനൊന്നും ഇതിൽ പറഞ്ഞിട്ടില്ല. ഈ കടയിൽ ഇത് ഉണ്ട് എന്ന് മാത്രമാണ് ഞാൻ പറയുന്നത്. പിന്നെ നമ്മൾ ചായ, ഞാനും ഒരാളും കൂടെ ഉണ്ടായിരുന്നു. നമ്മൾ ചായയൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ചായ ഓർഡർ ചെയ്തിട്ട് ചായ വന്നു. അപ്പോഴൊരു ചായ കുടിക്കണമല്ലോ. അപ്പോൾ നമ്മൾ നോക്കിയപ്പോഴത്തേക്ക് ഇവിടെ ബക്കറ്റിൽ വെള്ളമൊക്കെ കൊണ്ടുവച്ചിട്ടുണ്ട്. നമുക്ക് കൈ കഴുകാനൊക്കെ ഉള്ളതിൻ്റെയൊക്കെ ഉള്ള ആവശ്യത്തിനൊക്കെ ഉള്ള വെള്ളമൊക്കെ ഇതിൻ്റെ ഇവിടെ സൈഡിൽ തന്നെ വെച്ചിട്ടുണ്ട്. പിന്നെ നമ്മുടെ അലമാരയ്ക്കൊക്കെ നല്ല അടവുള്ളതാണ് കേട്ടോ. എന്ന് പറഞ്ഞാൽ ഈച്ചയൊന്നും പറ്റത്തില്ല. ഈ മാവനാണ് ഈ കട നടത്തുന്നത്. പ്രായമുള്ള ഒരു മാവൻ എന്ന് പറഞ്ഞാൽ അവരുടെ നിത്യവൃത്തിക്കായിട്ട് വേറെ വരുമാനം ഇല്ല എന്നുള്ള രീതിയിലാവാം ഇത് നടത്തുന്നത്. അവൻ വളരെ സ്ലോലിയാണ് കേട്ടോ എല്ലാം ചെയ്യുന്നത്. അത്ര എന്ന് പറഞ്ഞാൽ അത്ര ഒരു ചുറുചുറുക്കോടെ നിൽക്കാൻ പറ്റിയ ആ പ്രായമല്ല. എന്നാലും ആ മാവനെ കൊണ്ട് പറ്റുന്ന രീതിയിൽ മാമൻ എല്ലാവരെയും ട്രീറ്റ് ചെയ്യുന്നുണ്ട്. മൊത്തത്തിൽ ഓടുന്നത് എല്ലാവരും പറയുന്നതെല്ലാം അപ്പോഴപ്പോഴും എത്തിക്കുന്നുണ്ട്. നമ്മൾ വന്നപ്പോൾ തന്നെ ഇവിടെ നമ്മൾ ആദ്യം ചെന്നപ്പോൾ ആരും ഇല്ലായിരുന്നു. അതിനുശേഷം 2-3 പേര് വന്നു. പിന്നെയും അതുപോലെ തന്നെ 2-3 പേര് വന്നു. അങ്ങനെ വന്നും പോയും ഒക്കെ ഇവിടെ ആൾക്കാർ നിൽക്കുന്നുണ്ട്. കുഴപ്പമില്ലാത്ത കച്ചവടം ഉണ്ടെന്നാണ് മാമൻ പറഞ്ഞത്. എന്ന് പറഞ്ഞാൽ ഒരു മാമനൊരു പരുവത്തിന് അത്ര കുഴപ്പമില്ലാത്ത രീതിയിൽ ഇവിടെ കച്ചവടം ഉണ്ടെന്ന് തന്നെയാണ് പറഞ്ഞത്. ഇരിക്കാനുള്ള സൗകര്യം ഉണ്ട് കേട്ടോ. അകത്ത് നമുക്ക് ഇരിക്കാനുള്ള സൗകര്യം, നമ്മൾ അകത്ത് കയറി ഇരുന്നില്ല, നമ്മൾ പുറത്താണ് ഇരുന്നത്. എന്നാൽ അകത്ത് ഇരിക്കാനുള്ള സൗകര്യമുണ്ട്, പുറത്തും ഇരിക്കാനുള്ള സൗകര്യം ചെയ്തിട്ടുണ്ട്. പിന്നെ ഈ നമ്മുടെ വാഴയ്ക്കപ്പം അങ്ങനെയൊക്കെ ഉള്ളത് ചെയ്യുന്നതെന്ന് പറയുമ്പോഴത്തേക്ക് നമ്മൾ ഓപ്പണായിട്ട് നമ്മൾ ഇരിക്കുന്നതിൻ്റെ ആ ഏരിയയിൽ തന്നെയാണ് ചെയ്യുന്നത്. റോഡിൽ കൂടെ ചേർന്നാണ് കേട്ടോ കട റോഡിൽ കൂടെ ചേർന്ന് തന്നെയാണ് ക്ലിയർ ചെയ്ത് വെച്ചിരിക്കുന്നത്. പിന്നെ ബൂസ്റ്റിട്ട ചായ വളരെ ടേസ്റ്റായിരുന്നു കേട്ടോ. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു, കുടിക്കാനൊക്കെ നല്ല അടിപൊളി തന്നെയായിരുന്നു. അപ്പോൾ നമ്മൾ ഇവിടെ വെച്ചത് അങ്ങ് അവസാനിപ്പിക്കാനുണ്ട്. ചായ സൂപ്പറാണ്. ഞാൻ കുടിച്ച് തന്നെ നിങ്ങൾക്ക് കാണിച്ചു തരുന്നുണ്ട്. ഇവിടെ വെച്ച് ഈ വീഡിയോ നമ്മളങ്ങ് അവസാനിപ്പിക്കുകയാണ്. വീഡിയോ കണ്ട് ഇഷ്ടമായവർ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെൽ ബട്ടണിലൂടെ പ്രസ് ചെയ്യണേ നമ്മൾ ഇതുപോലെ തരുന്ന വീഡിയോസ് നിങ്ങൾക്ക് കാണാൻ കഴിയുന്നതായിരിക്കും. അപ്പോൾ ഇന്നത്തേക്ക് വിടാം. താങ്ക്സ്.